പ്രൊഫ്കോൺ ധർമ്മചിന്തയും മൂല്യബോധവുമുള്ള വിദ്യാർത്ഥി തലമുറയുടെ സൃഷ്ടിപ്പ് ലക്ഷ്യമാക്കി MSM സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ്കോൺ. കഴിഞ്ഞ 12 വർഷമായി ദക്ഷിണേന്ത്യയിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സമ്മേളനം മാർച്ച് 13, 14, 15 തീയതികളിലായി കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ. പ്രൊഫ്കോൺ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥിനികളെ, അനന്തവിസ്തൃതമായ ഈ മഹാപ്രപഞ്ചം, മനുഷ്യ ഗവേഷണങ്ങൾക്ക് കണ്ടെത്താനാകാത്ത ആകാശഗോളങ്ങൾ, ആഴം കൂടുന്തോറും അത്ഭുതങ്ങളുടെ കലവറയായ സാഗരങ്ങൾ, നിബിഡമായ വനങ്ങൾ, അതിൽ ഘോരമായ വന്യജന്തുക്കൾ, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകൾ, ആഴിയുടെ അഗാധതയിൽ നീന്തിത്തുടിച്ചുകൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളായ മത്സ്യവർണ്ണരാജികൾ, കണ്ണിനും മനസ്സിനും കുളിരുകോരിയെറിയുന്ന പൂങ്കാവനങ്ങൾ, അങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയായ ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളിൽ വേറിട്ടു നിൽക്കുന്ന അസ്തിത്വത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ഉടമയായ മാനവ സമൂഹം, അതിൻ്റെ ആരംഭം മുതൽ ഇന്നോളം നടത്തിയിട്ടുള്ള അവർണ്ണനീയമായ പ്രയാണങ്ങൾ, അവിടെ മനുഷ്യന്റെ ജീവിതത്തിൽ മതവും ദർശനങ്ങളും ഇടപെടുന്ന അത്ഭുതകരമായ ഒരു മേഖല, ലോകത്തിൻ്റെ പ്രവിശാലമായ ലോക സവിശേഷതയിൽ നിന്നുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു സംസ്ഥാനത്തിൻ്റെ വൈജ്ഞാനികമായി പ്രസിദ്ധീകരണപരമായി കേരളക്കരയിൽ നിറഞ്ഞു നിൽക്കുന്ന കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്ത് തണുപ്പിച്ച് ഒതുക്കി നിർത്തിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ലോകത്ത് നിന്ന് വേറിട്ട് ചില ചിന്തകളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. വിഖ്യാതനായ, വിശ്വപ്രസിദ്ധനായ, ഭുവനപ്രശസ്തനായ ശാസ്ത്രകാരൻ W. സ്റ്റീഫൻ ഹോക്കിംഗ് വീൽ ചെയറിലിരുന്ന് ആകാശാത്ഭുതങ്ങളെ, പ്രപഞ്ച അത്ഭുതങ്ങളെ ഗവേഷണം നടത്തുന്ന ശാസ്ത്രകാരൻ, 2 ഭാര്യമാരെ, 2 സ്ത്രീകളെ വിവാഹം കഴിച്ച് എഴുന്നേൽക്കാൻ കഴിയാതെ, സഞ്ചരിക്കാൻ കഴിയാതെ വീൽ ചെയറിലിരുന്ന് ജീവിക്കുന്ന പ്രഗത്ഭനായ 2ാം ഐൻസ്റ്റൈൻ എന്ന് വിളിക്കപ്പെടുന്ന ശാസ്ത്രകാരൻ, അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകത്തിൽ ആകാശങ്ങളുടെ അത്ഭുതങ്ങൾ കടന്നുപോയപ്പോൾ അറിയാതെ കോറിയിട്ട ഒരു ചോദ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, ഈ അത്ഭുതങ്ങളെല്ലാം കാണുമ്പോൾ, ഈ ആശ്ചര്യജനകമായ പ്രപഞ്ചത്തിന്റെ അത്ഭുത ദൃശ്യങ്ങൾ ഒന്നൊന്നായി അളന്നു ചിട്ടപ്പെടുത്തുമ്പോൾ പുരാതനമായ ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്.
ആരാണ് മനുഷ്യൻ? എന്താണ് അവന്റെ ജീവിത ലക്ഷ്യം? എങ്ങോട്ടാണ് അവന്റെ പ്രയാണം? തിന്നും കുടിച്ചും ഭോഗിച്ചും ആനന്ദിച്ചും ആർത്തുല്ലസിച്ചും അട്ടഹസിച്ചും കഴിഞ്ഞു പോകാനുള്ളതാണോ ഈ ജീവിതം? ഒരുപിടി നൊമ്പരങ്ങളുമായി അവസാനിക്കാനുള്ളതാണോ ഈ ജീവിതം? വിശാലമായ ലോകത്തിന്റെ അത്ഭുതങ്ങളെ കണ്ട് ആശ്ചര്യപ്പെട്ട് ഇതര ജീവവർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി മനുഷ്യൻ എന്ന് പറയുന്ന ഈ പ്രതിഭാസം ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ജന്തുലോകത്ത് ഒരു സമൂഹം മീറ്റിംഗ് കൂടിയിട്ടില്ല. ഉണ്ടോ? പോത്തുകളുടെ കൂട്ടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടോ? എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കുന്നു, ഉണ്ടോ? വിജ്ഞാനം എന്നത് മനുഷ്യന് മാത്രമെന്തേ? എഴുത്തുകുത്തുകൾ മനുഷ്യന് മാത്രമെന്താ ബാധകമായത്? യൂണിവേഴ്സിറ്റികളിലേക്ക് എന്താ ജന്തുക്കൾ പോകാത്തത്? ഡീംഡ് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് എന്താ ജന്തുലോകം ചർച്ച ചെയ്യാത്തത്? നാഗരികതയെക്കുറിച്ച് എന്താ മനുഷ്യനല്ലാത്ത ജീവവർഗങ്ങൾ ഗ്രന്ഥമെഴുതാത്തത്? ശാസ്ത്രകാരനായ മനുഷ്യനെ പോലെ ശാസ്ത്രകാരനായ സിംഹം, സാഹിത്യകാരനായ സിംഹം, കരാട്ടേക്കാരനായ സിംഹം, പ്രാസംഗികനായ സിംഹം അങ്ങനെയുണ്ടോ? ഇല്ല. ജീവിക്കാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് വിദ്യ അഭ്യസിച്ചിട്ടില്ലെങ്കിൽ യാതൊരു നിലയും വിലയുമില്ല മനുഷ്യകുലത്തിന്. അക്ഷരങ്ങളില്ലാത്ത ലോകത്ത് അക്ഷരങ്ങളുടെ മഹാവിപ്ലവം നയിച്ച മനുഷ്യകുലത്തിന് പ്ലാറ്റോയെ പോലെ, അരിസ്റ്റോട്ടിലിനെ പോലെ, ഗലീലിയോ പോലെ, റൂസോയെ പോലെ, കോപ്പർനിക്കസിനെ പോലെ ശാസ്ത്രമേഖലയിൽ അതികായകന്മാരായി ഭുവനപ്രശസ്തരായ ആളുകളുടെ നടുവിൽ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു പോകുന്നതാണ് ഈ ജീവിതമെങ്കിൽ മനുഷ്യജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചുള്ള അർത്ഥതലങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ ഒരു പഠനത്തിലേക്ക് 40 മിനിറ്റിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു പരിവേഷണം, ഒരു ചിന്ത, ഒരു വീണ്ടു വിചാരം, അതാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പാകെ എനിക്ക് വെച്ച് തരാനുള്ളത്. വേറിട്ട് ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നിന്ന് ഞാൻ ആരാണെന്ന് ചോദ്യം, എന്റെ അസ്തിത്വം എന്താണെന്ന് ചോദ്യം, ഞാൻ എങ്ങോട്ടാണ് യാത്ര പോകുന്നത് എന്ന ചോദ്യം, മരണം ജീവിതത്തിന്റെ അന്ത്യമോ എന്ന അപാരമായ ഒരു ചോദ്യം, മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിച്ച് ഈ മണ്ണിന്റെ ഭാഗമായി തീരുന്ന ബാക്ടീരിയകളും വണ്ടുകളും കാർന്നു തിന്നുന്ന മുഖവും കവിൾത്തടങ്ങളും ശരീരവുമായി ഇതാ ഈ മണ്ണിന്റെ ഭാഗമായി ലയിച്ചു ചേർന്ന് ഏതെങ്കിലും ഒരു ജീവവർഗത്തിന്റെ ഭക്ഷണമായി തീരാനാണോ മഹാബുദ്ധിജീവിയായ ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന അത്ഭുതകരമായ ചോദ്യം? ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി വിപ്ലവങ്ങൾ നയിച്ച്, കീറത്തുണിയുടെ വേദാന്തം പറഞ്ഞ് രാഷ്ട്രീയ വിപ്ലവം നയിച്ച് അധർമ്മങ്ങൾക്കെതിരെ പോരാടി, അതുപോലെ തന്നെ അധാർമികതകൾക്കെതിരെ ജീവന ബലിദാനമായി നൽകി, ആ ബലിദാനത്തോടുകൂടി അവസാനിക്കുന്നതാണ് ഈ ജീവിതമെങ്കിൽ അഭിശപ്തമല്ലേ ഈ മനുഷ്യജന്മം എന്ന് ആലോചിച്ചു നോക്കൂ.